ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ കൂടെ ഇന്ന് ലിസ് മരിയും അമ്മ ആൽഫിയോ ആണുള്ളത്. ഇവിടെ എത്ര നാളായി ഡോക്ടർ കൃഷ്ണന്റെ അലർജി ആസ്മ സെന്ററിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്? ഞങ്ങൾ 2 years ആയി. അപ്പൊ അതിക്ക് മുമ്പ് ഒരു 7 years മോൾക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം വീസിങ് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീക്കുമ്പോൾ കണ്ണൊക്കെ റെഡിഷ് കളർ ആവുമായിരുന്നു, ചൊറിച്ചിലുണ്ടായിരുന്നു. കൃഷ്ണ ഹോസ്പിറ്റലുണ്ട്, അവിടെ അലർജിയുടെ സ്പെഷ്യലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അലർജിയുടെ ടെസ്റ്റ് ചെയ്തു. അങ്ങനെ ഏത് ഫാക്ടറാണ് അലർജി കോസ് ചെയ്യണതെന്ന് ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് അതിന്റെ ഇമ്മ്യൂണോതെറാപ്പി ചെയ്തു. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 years നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ക്ലിയർ ആയി. ഇപ്പൊ വേറെ സിംറ്റംസ് ഒന്നും ഇല്ല. ഉണ്ടാവാറുണ്ടായിരുന്നു, അത് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എപ്പോഴും നെബുലൈസ് ചെയ്യണമായിരുന്നു. മിക്കവാറും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമായിരുന്നു. അപ്പൊ ക്ലാസ്സിലൊക്കെ ഒത്തിരി ആബ്സെന്റ് ആകുമായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല, വരുന്നില്ല. ഓക്കെ. ഈ ഒരു അലർജി ഇമ്മ്യൂണോതെറാപ്പി ആ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്തത്? എന്തൊക്കെയായിരുന്നു ഇതിൽ വന്ന പ്രൊസീജിയേഴ്സ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതിലിപ്പം അലർജിയുടെ ഫാക്ടർ അത് നമുക്ക് അലർജൻ തന്നെയാണ് നമുക്ക് തരുന്നതാണ് എൻ്റെ അറിവ്. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നാക്കിനടിയിൽ അത് ഡ്രോപ്സ് ആയിട്ടും പിന്നെ അതല്ലെങ്കിൽ ടാബ്ലറ്റ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിന് നമുക്കിപ്പോ വലുതായ ഒരാൾ വേണമെന്നില്ല, കുട്ടികൾക്ക് തന്നെ തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, വളരെ ഈസി മെത്തേഡാണ്, ക്യൂറേറ്റീവ് ആണ്. ഓക്കെ. 2 വർഷം നിങ്ങൾ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തപ്പോ തുടക്കവും ഇപ്പോ ഉള്ള ഒരു വ്യത്യാസം, മോൾക്ക് എങ്ങനെയൊക്കെയാണ് ഒരു റിലീഫ് നിങ്ങൾക്ക് തോന്നുന്നത്? ആദ്യം പിന്നെയും കണ്ണ് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെയിൻ റീസൺ ഈ വീസിങ്ങും കണ്ണ് ഇങ്ങനെ റെഡിഷ് കളർ ആയിരിക്കും. അപ്പം ക്ലാസ്സിൽ ചെല്ലുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കും എന്താ കണ്ണിങ്ങനെ ഇരിക്കണേന്ന്. അപ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറിയിട്ടുണ്ട്. ഡോക്ടർ കൃഷ്ണൻ പിന്നെ സിസ്റ്റർ പുഷ്പ അവരൊക്കെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് പല കാര്യങ്ങൾക്കും സിസ്റ്റർ പുഷ്പയെ വിളിച്ചിട്ട് ഞങ്ങള് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ എല്ലാം നല്ല രീതിയിലായിരുന്നു ഹാൻഡിൽ ചെയ്ത്. അതെ, ഞങ്ങളെല്ലാം കൂടെ സാറ്റിസ്ഫൈഡ് ആണ്.